Good morning students. Today we are discussing about unit for measurement of an angle. There are two units for measurement of an angle. First one is the familiar term degree measure. Degree measure. What is degree measure? Degree measure എന്ന് വെച്ചാൽ എന്താ? Degree measure means it is the unit for measurement of an angle. ഒരു ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റിനെയാണ് ഡിഗ്രി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആയിരിക്കും? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആയിരിക്കും. അതുപോലെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആയിരിക്കും. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആയിരിക്കും. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആയിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ സാധാരണ ഒരു ആംഗിളിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കാണുക? ഇതൊരു ആംഗിൾ ആണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാ? ആൻറ്റി ക്ലോക്ക് വൈസിലാണല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഡിഗ്രി മെഷർ ചെയ്ത് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതെത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. പിന്നെയോ ഇതെത്രയായിരിക്കും? 90 ഡിഗ്രി ആണല്ലേ. 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രിയാണ്. ഇതെത്രയായിരിക്കും? 270 ഡിഗ്രി ആയിരിക്കും അല്ലേ. 270 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസിൻ്റെ ഓപ്പോസിറ്റ്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എപ്പോഴും ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡിഗ്രി മെഷർമെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ ഡിഗ്രി മെഷർ മീൻസ് ഇറ്റ് ഈസ് ദി യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ. ദെൻ വൺ മെഷർ പറഞ്ഞാൽ അതുപോലെ ആംഗിൾ മെഷർ ചെയ്യാനുള്ള വേറൊരു യൂണിറ്റാണ് റേഡിയൻ മെഷർ. റേഡിയൻ മെഷർ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. റേഡിയൻ മെഷർ ഈസ് ദി യൂണിറ്റ്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ആൻ angle. Radian measure is the unit for measurement of an angle is called radian measure. That means angle subtended at the center by an arc of length 1 unit in unit circle is said to have a measure of 1 radian. That is, consider a unit circle. Unit circle means its radius is 1. Unit circle is its radius is 1. Then angle subtended at the center by an arc. Angle subtended at the center by an arc of length 1 unit. Of length എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ റേഡിയൻ എന്തായിരിക്കും? 1 റേഡിയൻ ആയിരിക്കും. അതായത് ഒരു ആംഗിൾ സബ്സ്റ്റെൻഡ് ചെയ്യുന്നത് എത്ര ആർക്ക് ലെങ്ത്തിലാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ റേഡിയൻ എന്നും പറയുന്നത്. അതുപോലെ നമുക്ക് വേറെ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് എ യൂണിറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 1. Then there's an arc length 1.5. Then radian become 1.5 radian. മനസ്സിലായല്ലോ? അതായത് ആംഗിൾ subtended at the center by an arc of length 1 unit in a unit circle is said to have a measure of 1 radian. ഇനി 1.5 ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? റേഡിയൻ 1.5 റേഡിയൻ ആയിരിക്കും. അതുപോലെ 2 ആണെങ്കിൽ ആർക്ക് ലെങ്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ റേഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ
പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് പറഞ്ഞിട്ടായിരിക്കും 2πr ആണ്. r എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. യൂണിറ്റ് സർക്കിളിൻ്റെ കേസിൽ റേഡിയസ് 1 ആയിരിക്കും. അപ്പോൾ എന്തുവരും 2π × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ ടോട്ടൽ ഒരു സർക്കിളിന് എത്ര റേഡിയൻ ഉണ്ടായിരിക്കും? 2π റേഡിയൻ ആയിരിക്കും. 2π റേഡിയൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിലെ കൺസെപ്റ്റ്. 2π റേഡിയൻ ആയിരിക്കും ഒരു സർക്കിളിൻ്റെ ഫുൾ റേഡിയൻ. ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ഫുൾ റേഡിയൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആയിരിക്കും. അതുപോലെ നമുക്ക് തീറ്റ വാല്യൂ, അതായത് ഈ ആംഗിൾ തീറ്റ കാണുന്നത് L/r ആയിരിക്കും. L/r ആയിരിക്കും. L എന്താ? ലെങ്ത് ഓഫ് ദി ആംഗിൾ സബ്റ്റൻഡഡ് തീറ്റ റേഡിയൻ അറ്റ് ദി സെൻറ്റർ. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു L/r. ലെങ്ത്തും റേഡിയസും ഉണ്ടെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ തീറ്റയും റേഡിയസും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഏത് വാല്യൂസാണോ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി പറയാം. റേഡിയൻ മെഷർ ഈസ് ദി യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ ആണ്. നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു ടേം കൂടിയാണ് റേഡിയൻ മെഷർ. അപ്പോൾ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുമ്പം അത് യൂണിറ്റ് സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? റേഡിയസ് 1 ആയിരിക്കും. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതേ ആംഗിളായിരിക്കും ഇവിടെ സബ്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആർക്ക് ലെങ്ത്ത് 1 ആണെങ്കിൽ 1 റേഡിയൻ ആയിരിക്കും. ആർക്ക് ലെങ്ത്ത് 1½ ആണെങ്കിൽ 1½ റേഡിയൻ ആയിരിക്കും. ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ടോട്ടൽ പെരിമീറ്റർ നമുക്കറിയാം 2πr ആണ്. r മീൻസ് റേഡിയസ് അല്ലേ. യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 1 ആയിരിക്കും. 2π × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. അപ്പോൾ യൂണിറ്റ് സർക്കിളിൻ്റെ ടോട്ടൽ റേഡിയൻ തന്നെ എത്രയായിരിക്കും? 2π റേഡിയൻ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിഗ്രി എന്താണ്, റേഡിയൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. അതായത് ദീസ് ആർ ദി 2 യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ മെഷർ ചെയ്യാനുള്ള 2 യൂണിറ്റ്സ് ആണ് ഡിഗ്രിയും റേഡിയനും. ഒരു ടോട്ടൽ സർക്കിളിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? ഒരു ടോട്ടൽ സർക്കിളിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഒരു സർക്കിളിൻ്റെ ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 റേഡിയൻ ആയിരിക്കും. അതുപോലെ ഒരു സർക്കിളിൻ്റെ ഫുൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു 2πr എടുക്കുമ്പോൾ യൂണിറ്റ് സർക്കിളാണെങ്കിൽ 2π ആയിരിക്കും. അതായത് ഒരു സർക്കിളിൻ്റെ ഫുൾ റേഡിയൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി 360 ഡിഗ്രിയും അതുപോലെ ടോട്ടൽ റേഡിയൻ 2π റേഡിയനും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറയാം. ഇറ്റ് ഈസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് radian. Very important. So you should by heart this term. 2π radian equal to 360 degree. That is full rotation of the radian value is equal to full rotation of an angle value. 2π radian equal to 360 degree. That is the one of the important formula for relation between degree and radian, in which we can find what is the value of 1 radian and what is the value of 1 degree. How to find? 2π radian equal to 360 ഡിഗ്രിയിൽ നിന്ന് ഒരു ഡിഗ്രി ഈക്വൽ ടു എത്ര റേഡിയൻ ആണെന്നും ഒരു റേഡിയൻ ഈക്വൽ ടു എത്ര ഡിഗ്രി ആണെന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി ആണല്ലേ. അപ്പോൾ 1 റേഡിയൻ എത്രയായിരിക്കും? 1 റേഡിയൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 റേഡിയൻ കാണാൻ റേഡിയൻ്റെ കൂടെയുള്ള 2π റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ മതി അല്ലേ. അപ്പോൾ 1 റേഡിയൻ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 1 റേഡിയൻ ഈക്വൽ ടു റേഡിയൻ്റെ കൂടെ എന്താ ഉള്ളത്? 2π ആണുള്ളത്. അപ്പം എന്തോരും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2π, അതായത് മൾട്ടിപ്ലൈ 2π എന്താവും? ഡിവൈഡ് ബൈ 2π ആവും. അപ്പോൾ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 2π എത്ര വരുക? 360 2 ക്യാൻസലായിട്ട് എന്ത് വരും?
180 ഡിഗ്രി ബൈ പൈ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടി. ദിസ് ഈസ് ദി അനദർ റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് ഡിഗ്രി. This is the another relation between radian and degree. 1 radian equal to 180 degree by pi. അപ്പം 6 radian എത്രയായിരിക്കും? 6 radian എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 6 radian എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 6 radian എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എന്ത് ചെയ്താൽ മതി? 6 കൊണ്ട് 180 by pi മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 6 into 180 by pi 6 into 180 by pi. 6 into 180 by pi 180 900 എത്ര വരും? 1080 ഡിഗ്രി ബൈ പൈ എന്ന് വരും. ഓക്കെ, അപ്പം എത്ര ഡിഗ്രി റേഡിയൻ വാല്യൂ തന്നാലും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? 180 ഡിഗ്രി ബൈ പൈ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെയാണ് കിട്ടിയത്? 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു? 1 റേഡിയൻ ഈക്വൽ ടു 180 ബൈ പൈ. 1 റേഡിയൻ ഈക്വൽ ടു 180 ബൈ പൈ. 1 ഡിഗ്രി എത്ര റേഡിയൻ ആയിരിക്കും? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആയിരിക്കും? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആയിരിക്കും? എത്രയായിരിക്കും? 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി ബൈ പൈ. 1 ഡിഗ്രി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 360 ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? 2π റേഡിയൻ ഡിവൈഡ് ബൈ 360 ഡിഗ്രി. 1 ഡിഗ്രി ഈക്വൽ ടു 2π ബൈ 360 റേഡിയൻ എന്ന് കിട്ടി. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? പൈയും 360 എന്ത് വരും? പൈ ബൈ 180 റേഡിയൻ. പൈ ബൈ 180. 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ കിട്ടി. എന്തൊക്കെയാ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ? എന്താ? 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി ബൈ പൈയും 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയനും കിട്ടിയല്ലേ? അപ്പോൾ അതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ബൈ ഹാർട്ട് ചെയ്യുക. അത് ബൈ ഹാർട്ട് ചെയ്യുന്ന കഴിയാത്ത കുട്ടികൾ 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി എന്ന റിലേഷൻ മനസ്സിൽ വിചാരിച്ചിട്ട് ബാക്കി ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ എന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കൺവേർട്ട് ഡിഗ്രി മെഷേഴ്സ് ഇൻ ടു റേഡിയൻ മെഷേഴ്സ്. കൺവേർട്ട് ഡിഗ്രി മെഷേഴ്സ് ഇൻ ടു റേഡിയൻ മെഷേഴ്സ്. അതായത് തന്നിട്ടുള്ള ഡിഗ്രി മെഷേഴ്സിനെ റേഡിയൻ മെഷേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഏതൊക്കെ ഡിഗ്രിയാണ് തന്നിട്ടുള്ള? 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. അപ്പോൾ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? കൺവേർട്ട് ഡിഗ്രി മെഷേഴ്സ് ഇൻ ടു റേഡിയൻ മെഷർ. എന്താണ് ഡിഗ്രിയും റേഡിയൻ തമ്മിലുള്ള റിലേഷൻ? നമുക്ക് ഡിഗ്രി മെഷേഴ്സിനെ റേഡിയൻ മെഷേഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് 1 ഡിഗ്രി എത്രയാണെന്നറിയാം? 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആണല്ലേ? 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. കാരണം തന്നിട്ടുള്ള വാല്യൂ ഡിഗ്രിയിലാണ് ഉള്ളതെങ്കിൽ 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയനും തന്നിട്ടുള്ള വാല്യൂസ് റേഡിയനിലാണെങ്കിൽ 1 റേഡിയൻ ഈക്വൽ ടു 180 ബൈ പൈ ഡിഗ്രി എന്ന് യൂസ് ചെയ്യണം. ഒരു ഡിഗ്രി തന്നതുകൊണ്ട് 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ എന്ന് എടുത്തു. 30 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? 30 ഡിഗ്രി എത്ര റേഡിയൻ അങ്ങനെ കണ്ടുപിടിക്കും? 30 ഡിഗ്രി ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? 30 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 30 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ എത്ര കിട്ടുക? സിംപ്ലിഫൈ ചെയ്യുമ്പം 30 ഇൻറ്റു 180. 180 എത്ര 30 ഉണ്ട്? 180 എത്ര 30 ഉണ്ട്? 180 630 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? പൈ ബൈ 6 റേഡിയൻ എന്ന് കിട്ടും. പൈ ബൈ 6 റേഡിയൻ എന്ന് കിട്ടും. 30 ഡിഗ്രി ഈക്വൽ ടു
pi/6 radian. Next one is 45 degree. Second one 45 degree. That is 45 degree equal to, how to find its radian measures? 45 into pi/180 radian. pi/180 radian. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 45 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് മെഷർ ചെയ്യണം അല്ലേ? അപ്പോൾ 45 ഡിഗ്രി ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? pi/180 അല്ല, pi/180 ഫസ്റ്റ് എഴുതണ്ട അല്ലേ? 45 ഇൻറ്റു pi/180 റേഡിയൻ എന്ന് എഴുതാം. pi/180 റേഡിയൻ എന്ന് എഴുതാം. 45 ഡിഗ്രി ഈക്വൽ ടു 45 ഇൻറ്റു pi/180 റേഡിയൻ. ഇനി 45ഉം 180 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാ? 180ൽ എത്ര 45 ഉണ്ട്? 4 45 ഉണ്ട് അല്ലേ? 4 45 ഉണ്ട്. ഇത് ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും? pi/4 റേഡിയൻ. pi/4 റേഡിയൻ. ദാറ്റ് ഈസ് 45 ഡിഗ്രി ഈക്വൽ ടു pi/4 റേഡിയൻ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രിയാണ് അല്ലേ? 60 ഡിഗ്രിയാണ്. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി ആകുമ്പം എങ്ങനെ റേഡിയൻ കാൽക്കുലേറ്റ് ചെയ്യും? എന്താണോ ഡിഗ്രി വാല്യൂ ഉള്ളത് ആ ഡിഗ്രി വാല്യൂനെ കൊണ്ട് pi/180 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 60 ഇൻറ്റു എന്ത് എഴുതാം? 60 ഇൻറ്റു pi/180 ഡിഗ്രി. 60 ഇൻറ്റു pi/180 ഡിഗ്രി റേഡിയൻ ആണ് അല്ലേ? 60 ഇൻറ്റു pi/180 റേഡിയൻ. ഇനി 60 180ൽ എത്രയുണ്ട്? 60ൽ 61, 180ൽ 63. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? pi/3 റേഡിയൻ. pi/3 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി മെഷേഴ്സ് എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡിഗ്രി മെഷേഴ്സ് എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എന്താണോ ഡിഗ്രി ഉള്ളത് ആ ഡിഗ്രീനെ pi/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ 30 ഇൻറ്റു pi/180, 45 ഡിഗ്രി ആണെങ്കിൽ 45 ഇൻറ്റു pi/180, 60 ആണെങ്കിൽ 60 ഇൻറ്റു pi/180. അതുപോലെ ബാക്കിയുള്ള 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യില്ലേ? എങ്ങനെ ചെയ്യുക? 90 ഡിഗ്രി എത്ര റേഡിയൻ എങ്ങനെ കണ്ടെത്തും? 90 ഇൻറ്റു pi/180 റേഡിയൻ. 90 ഇൻറ്റു pi/180 റേഡിയൻ. 180ൽ എത്ര 90 ഉണ്ട്? 2 അല്ലേ? അപ്പോൾ എത്ര റേഡിയൻ കിട്ടും? pi/2 റേഡിയൻ എന്ന് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 90 ഇൻറ്റു pi/180. 90 ഇൻറ്റു pi/180 റേഡിയൻ. അപ്പോൾ ഇത് ക്യാൻസലാക്കി പോയാൽ എന്ത് വരും? 90ൽ 91, 180ൽ എത്ര 90 ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? pi/2 റേഡിയൻ. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ഈക്വൽ ടു pi/2 റേഡിയൻ എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചെയ്യാം അല്ലേ? എങ്ങനെയാ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 180 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 180 ഇൻറ്റു pi/180 റേഡിയൻ. 180 ഇൻറ്റു pi/180 റേഡിയൻ. 180യും 180യും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് ഉണ്ടാവും? പൈ റേഡിയൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? പൈ റേഡിയൻ. അപ്പോൾ 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ എന്ന് കിട്ടും. 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ. അപ്പം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഏത് ഡിഗ്രി മെഷേഴ്സ് തന്നാലും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? എന്താണോ ഡിഗ്രി മെഷേഴ്സ് ആ മെഷേഴ്സിനെ കൊണ്ട് pi/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് അത്ര റേഡിയൻ എഴുതുക. മനസ്സിലായല്ലോ?